ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട് നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം വീട്ടിലും നടക്കുന്ന സ്ഥലത്തും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു തണൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും പ്രത്യേകമാം വിധം അനുഗ്രഹിക്കുന്ന ചില സമയങ്ങളാണിത്. രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്നത് എന്നറിയാമോ? പത്രത്തിലാണെങ്കിൽ വാർത്തയാ വായിക്കുന്നെങ്കിൽ വിഷമിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന അപകടങ്ങൾ, വാർത്തകളൊക്കെ കേട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്തംഭിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സുവിശേഷമാണ്. ദൈവത്തിന് നിന്നോട് പറയാനുള്ള കാര്യം അത് നിന്നെ നിരാശപ്പെടുത്തുന്നതോ നിന്റെ മനസ്സിനെ തളർത്തുന്നതോ അല്ല, നിന്നെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന വാക്കാണ്. 4-ാമത്തെ ദിവസം ഉണ്ടല്ലോ, നിങ്ങൾ ആ സമർപ്പിക്കുന്ന 3 നിയോഗമില്ലേ, അതാദ്യം ഒന്ന് എടുത്തേ, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഞാൻ ഈ ഒരു ഒക്ടോബർ മാസത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ നിയോഗം വെച്ച 3 കാര്യങ്ങൾ, കർത്താവേ അത് ഇന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. 3 ദിവസം നമ്മൾ ഏറ്റവും അവസാനമാണ് പ്രാർത്ഥിച്ചത്. കർത്താവേ, ഇന്ന് കേൾക്കാൻ പോകുന്ന ആ വചനത്തിന് തൊട്ട് മുമ്പ് ഈ കുടുംബം, ഈ പ്രിയപ്പെട്ട വ്യക്തി ഈ സാഹചര്യത്തിലിരുന്ന്, ഈ അവസ്ഥയിലിരുന്ന് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന 3 നിയോഗമുണ്ട്. അതിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ ശക്തിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, അത് അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ആ നിയോഗം സാധിച്ചു കിട്ടിയെന്ന് തന്നെ ഞങ്ങളങ്ങ് വിശ്വസിച്ചേറ്റെടുക്കുകയാണ്. ആമേൻ, ആമേൻ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ വചനത്തോട് ചേർത്ത് നിർത്തുകയാണ്. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളെ സ്നേഹത്തോടെ, കാരണം ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഈ പുസ്തകം വായിക്കുമ്പോൾ നീ മാറി നിൽക്കുക, നീ ഇവിടുത്തുകാരനല്ല, ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ആരെയും മാറ്റി നിർത്താൻ എനിക്കും അവകാശമില്ല. നിങ്ങളെ ദൈവം ചേർത്താ പിടിച്ചിരിക്കുന്നെങ്കിൽ അതിനോടൊപ്പം നിർത്താനേ എനിക്കും സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങൾ, ദൈവത്തിന് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തൊട്ട് പുറകെ ഉണ്ട്. വിഷമങ്ങളൊക്കെ മാറും, സങ്കടങ്ങളൊക്കെ മാറും. നല്ലൊരു വചനമാണ് കേൾക്കാൻ പോകുന്നത്. ആ വചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 1 സാമുവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 45 മുതലുള്ള വാക്യമാണ്. ബൈബിൾ ഉണ്ടോ കയ്യിൽ? ഇല്ലെങ്കിൽ ആ ബൈബിൾ ഒന്ന് എടുത്തേ, ആ ഡയറി പേനയൊക്കെ ഒന്ന് എടുത്തേ, ആ വചനമൊക്കെ ഒന്ന് എഴുതി വെച്ച്. 100 പ്രാവശ്യം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിരിക്കാതെ ആ വചനം ഒന്ന് എടുത്തേ. എന്നിട്ട് മടിയിൽ തുറന്നു വെച്ച് എഴുതപ്പെട്ട വചനം വേണം, ബൈബിൾ തന്നെ വേണം. ഫോണിലെ ബൈബിളോ കമ്പ്യൂട്ടറിലെ ബൈബിളോ ആയിരിക്കരുത്. അതിനേക്കാൾ ഒത്തിരി സഹായമാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങൾ കൊണ്ടെടുത്ത് മടിയിൽ തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ കേൾക്കുക. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി പോകുമ്പം ഗോലിയാത്തിൻ്റെ അടുത്ത് എത്താറായപ്പം ഗോലിയാത്ത് പറയുന്ന കുറച്ച് കളിയാക്കുന്ന വാക്കുകളുണ്ട്. അവിടെ ദാവീദ് പറഞ്ഞ ദൈവപ്രഘോഷണമുണ്ട്. അത് ഭയങ്കരമാണ്. അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ആരും ഇല്ലാത്ത 2 സൈന്യത്തിൽപ്പെട്ട, 2 രാജ്യത്തിൽപ്പെട്ട ദാവീദിൻ്റെ ആൾക്കാരും ഗോലിയാത്തിൻ്റെ ആൾക്കാരും 2 സൈഡിൽ ആയിരങ്ങളുണ്ട്. അവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദാവീദ് മടി കൂടാതെ, ചമ്മലോ നാണമോ കൂടാതെ ഒരു വാക്ക് പറഞ്ഞത് എഴുതിയിരിക്കുക. 45-ാമത്തെ വാക്യം. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഗോലിയാത്തിനോട് പറഞ്ഞു, നിന്റെ കൈ വാള്, കുന്തം, ചാട്ടുളി എല്ലാം ഉണ്ട്. ഞാൻ ഉറക്കെ പറയാണ്, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാനിപ്പോൾ വരുന്നത്. എൻ്റെ കയ്യിൽ വടിയോ ചാട്ടുളിയോ ആയുധങ്ങളോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ നാമമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പതുക്കെ ആരും കേൾക്കാതെ മനസ്സിൽ പറഞ്ഞതല്ല, അതൊരു വിശ്വാസ പ്രഘോഷണമാണ് ചെയ്യുന്നത്. എല്ലാവരും കേട്ടു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ വരുന്ന കർത്താവിൻ്റെ നാമത്തിലാണ്. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവനെ ദൈവം ഉയർത്തും. എല്ലാവരും ഓർത്ത് ഇപ്പം ദാവീദിൻ്റെ കാര്യം തീരുമാനമാവും. ഇതിനേക്കാൾ വലിയവന്മാർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് ഒരു പരിശീലനവും കിട്ടാത്ത ഇവൻ ഒരു പടയാളി ഇടേണ്ട വസ്ത്രം പോലും ധരിപ്പിച്ചപ്പം നടക്കാൻ പോലും പറ്റാതെ അവസ്ഥയിൽ വന്ന ആൾ, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്.
ഈ ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ പരസ്യമായി അങ്ങ് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ. ആ ഒരു വചനപ്രഘോഷണമാണ്, വചനമാണ് കേൾക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ളവരോട്, വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരോട്, പരിചയത്തിലുള്ളൊരു കുടുംബ കൂട്ടായ്മ, ഇടവകയിലെ ഗ്രൂപ്പ്, എല്ലായിടത്തും ഈ വചനം ഒന്ന് എത്തട്ടെ. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയിട്ട് എന്നാ സംഭവിച്ചത്? വിജയിച്ചു പോയോ? വിജയിച്ചോ? അതോ പരാജയപ്പെട്ടോ? ഒന്ന് അറിയണ്ടേ? അതോ നാണം കിട്ടു പോയോ? അറിയണ്ടേ? നമ്മളൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ ഭയങ്കര മടിയാണ് നമുക്ക്. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി. ഇനി അടുത്തത് 89-ാം സങ്കീർത്തനം 20-21 വാക്യം എന്നാന്നറിയാമോ? ഇത് ദാവീദ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പം ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞെന്നാന്ന് കേൾക്കണ്ടേ? ദാവീദ് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയപ്പോൾ ദാവീദിനെ ദൈവം ഉയർത്തിയോ ഇല്ലയോ എന്നറിയണ്ടേ? വാക്യം കേട്ടെ. 89-ാം സങ്കീർത്തനം എടുത്തേ, 20-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, ഞാൻ അവനെ കണ്ടു, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയവനെ ദൈവം കടാക്ഷിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം, എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. ആരുടെ കൂടെ? ഒരു യുദ്ധത്തിന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയ ദാവീദിനോട് പറയുവാണ്, എൻ്റെ കൈ എന്നും ഇവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളോടും ഇന്ന് നിങ്ങളുടെ വീടിനെ നോക്കി, നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ആ വിഷമമുള്ള സാഹചര്യം, ആ എഴുതപ്പെട്ട നിയോഗം, ആ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനാവശ്യം എല്ലാത്തിനും നോക്കി ഇങ്ങനെ ഒരു വചനം പറയട്ടെ. ദൈവം എന്നും, ദൈവത്തിൻ്റെ കരം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീടിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തീർന്നിട്ടില്ല, കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. വിശ്വാസത്തിൽ പറഞ്ഞ്, ആരോടാ ദൈവം ഇത് പറഞ്ഞത്? ദാവീദിനോട്. ആരാണ് ദാവീദ്? യുദ്ധത്തിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ചാട്ടുളിയോ ആയുധമോ വാളോ കുന്തമോ ഒരു പടച്ചട്ട പോലുമില്ല, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആ നാമത്തെ ഉയർത്തിയവനെ നോക്കി ദൈവം പറയുകയാണ്, എൻ്റെ ഭുജം അവനെ ശക്തി നൽകും, അവന് ശക്തി കൊടുക്കും. കഴിഞ്ഞില്ല, 22-ാമത്തെ വാക്യം, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. അപ്പൊ ശത്രു ഉണ്ട്, വെല്ലുവിളി ഉണ്ട്, കളിയാക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, ഇപ്പൊ തീർക്കുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഈ സങ്കീർത്തനം പറയുന്നു, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. തോൽപ്പിക്കാൻ നിപ്പുണ്ട്, തോൽപ്പിക്കത്തില്ല. നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറയട്ടെ, ഒരു ശത്രുവും നിങ്ങളെ തോൽപ്പിക്കില്ല. ശത്രുക്കളുണ്ട്, വെല്ലുവിളിയുണ്ട്, പ്രശ്നമുണ്ട്, രോഗമുണ്ട്, കടബാധ്യതയുണ്ട്, ഒന്നും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയ ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞ വാക്കാണത്. ദൈവം പറഞ്ഞ വാക്കാണ്. അടുത്തതെന്നറിയാമോ? ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. ദുഷ്ടനുണ്ട്, ശക്തിയുണ്ട് അവന്, പക്ഷെ ഇവൻ്റെ മേൽ ഒരു പ്രാബല്യവും നേടില്ല. കാരണം ഇവൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നയാളാണ്. അടുത്തത്, അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുമ്പിൽ വച്ച് തന്നെ ഞാൻ തകർക്കും, അവൻ്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. എൻ്റെ നാമത്തിൽ ശിരസ് താഴ്ത്തി നാണം കെട്ട് നിൽക്കുന്നാണോ? അവൻ ചെല്ലുന്നിടത്ത് എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ഇതുപോലൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നത്, ശിരസുയർത്തി നിർത്തും ദൈവം. ശത്രു പ്രാബല്യം നേടുകയില്ല. രോഗമാകാം, പ്രശ്നമാകാം, പ്രതിസന്ധിയാകാം, വെല്ലുവിളിയാകാം, തീർക്കുമെന്ന് പറഞ്ഞവരാകാം, നീ നശിച്ചു പോകുള്ളൂ എന്ന് ശാപവാക്ക് പറഞ്ഞ ആളാകാം. ശത്രു നിന്റെ മേൽ വിജയം നേടുകയില്ല. ശത്രുവിൻ്റെ കരം നിന്റെ മേൽ പ്രബലപ്പെടുകയില്ല. നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. 4-ാമത്തെ ദിവസം, ഒക്ടോബർ മാസം 4-ാം ദിവസം, നല്ലൊരു വാക്യമാണ് ഡയറിയിൽ എഴുതിയത്, ഹൃദയത്തിലോട്ട് പതിഞ്ഞത്. ഒരു വലിയ അത്ഭുതവും അനുഗ്രഹവുമായി ശുശ്രൂഷയോടെ ലഭിക്കുന്നത്. ഇന്ന് കേട്ട ഈ വചനത്തിലൂടെ നിങ്ങൾ സമർപ്പിച്ച 3 നിയോഗം ഒന്നും കൂടെ ഞാൻ എടുക്കുകയാണ്. കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, സ്ഥലങ്ങളിൽ, കൂട്ടായ്മകളിൽ ഇരുന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്. 100,000 പേരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ആ നിയോഗത്തെ സമർപ്പിക്കുകയാണ്. 1-ാമത്തെ നിയോഗം, 2-ാമത്തേത്, 3-ാമത്തേത്. ആ നിയോഗത്തെ ഇപ്പോൾ കേട്ട വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു. വചനം പരാജയപ്പെടില്ല. വചനത്തിൽ സമർപ്പിക്കുന്ന വിഷയവും പരാജയപ്പെടില്ല. ദൈവകരങ്ങളിലേക്ക്
വിശ്വാസത്തിൽ ആ നിയോഗത്തെ, ആ കുടുംബത്തെ, വ്യക്തികളെ കൊടുക്കുന്നു. ജോലിയില്ല, കുടുംബത്തിൽ പ്രശ്നമാണ്, ഞങ്ങളുടെ ജീവിതം എന്താകും, എവിടെ ചെല്ലും, എങ്ങനെ അവസാനിക്കും, ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഉറക്കമില്ല. അതെല്ലാം ഇതാ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ വചനത്തോട് ചേർത്ത് വെച്ച് തരുന്നു. ഞങ്ങൾക്കറിയാം ആ നിയോഗം ഇപ്പോൾ തന്നെ സൗഖ്യമായും വിടുതലായും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞങ്ങളുടെ കുടുംബത്തിൽ അത് അനുഗ്രഹമായി മാറുന്നു. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അത് വരുന്നു. അനുഗ്രഹമായത് തിരിച്ചു വരുന്നു. സൗഖ്യമായി, സാക്ഷ്യമായത് മാറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയ ദാവീദിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും, ശത്രു ജയിക്കത്തില്ല, പ്രബലപ്പെടുകയില്ല, എൻ്റെ ഭുജം അവനെ ശക്തിപ്പെടുത്തുന്നു. അതുതന്നെ ഈ കുടുംബത്തിന്, ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക്, ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തിക്ക്, ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന നിങ്ങൾക്ക് ഈ വചനം തന്നെ നൽകി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനത്തിലൂടെ ഇവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. ഇവരുടെ വീട്, ചുറ്റുപാട്, വീടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഓരോ മുറികളിലും, നടക്കുന്ന വഴികളിലും, വരുമാനങ്ങളിലും, പഠിക്കുന്ന വിഷയങ്ങളിലും, ജോലി സ്ഥലത്തും, ആരോഗ്യത്തിലെല്ലാം ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ഒക്കെ ദൈവം സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കടാക്ഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനത്തിലൂടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ആ 3 കാര്യങ്ങളെ നിയോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ ദൈവം ഇടപെട്ടതിന്, അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. സാക്ഷ്യമായ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.